പിന്നീട് പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാജിക് മൊമെന്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, വേറെ ഒരു തരത്തിലുള്ള ലിക്കറും പുള്ളിക്കാരത്തി ഉപയോഗിക്കാറില്ല. പുള്ളിക്കാരത്തി ഓൺലി മാജിക് മൊമെന്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം വന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി എടുത്ത് പറയുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ബിയർ യൂസ് ചെയ്യുന്ന ആളല്ല, ബിയർ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്, ലിക്കറേ കഴിക്കത്തുള്ളൂ, അതും മാജിക് മൊമെന്റ് മാത്രം എന്നാണ് ഈ പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്, മറ്റൊന്നുമല്ല. ആ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് ഹസ്ബൻഡിനോടൊപ്പം ഇവര് മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തില് മാജിക് മൊമെന്റ് തന്നെയാണോ ഈ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നത്? അതായത് അത്താഴത്തിന് പോലും ഗതിയില്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തില് മാജിക് മൊമെന്റ് പോലത്തെ ലിക്കറാണോ ഇവര് ആ ഒരു സമയത്തും അടിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ഇതിനു മുമ്പ് പലരും വന്ന് പറയുന്ന വീഡിയോകൾ പലതും കണ്ടിട്ടുണ്ട്, നമ്മൾ അതിനെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരനെ മദ്യപിക്കാനായിട്ട് പൈസ ഇല്ലെങ്കിൽ പലരുടെ കയ്യിൽ നിന്നും കടം മേടിച്ച് മദ്യപിക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് റിയൽ ആയിട്ട് അറിയില്ല, പക്ഷെ പല ആളുകളും അവരവരുടെ അനുഭവത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പുള്ളി കടം മേടിച്ചെങ്കിലും കുടിച്ചിരിക്കുമെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരത്തെയും അതിൽ പങ്കാളിയായിരുന്നു എന്ന് വേണം കരുതാനായിട്ടുള്ളത്. അപ്പോഴും ഒരു ചോദ്യം മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയാവുകയാണ്, നാട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ പണം കടം മേടിച്ചിട്ട് മാജിക് മൊമെന്റ് ആയിരുന്നു രണ്ടുപേരും അടിച്ചുകൊണ്ടിരുന്നത്? അതേ വല്ല കൂതറ റമ്മോ പട്ടച്ചാരയോ മറ്റോ ആയിരുന്നു?